ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ് രാവിലെ തന്നെ നീച്ചപ്പോൾ എനിക്ക് തോന്നി ഒരു ഡൈമേ ലൈഫ് എടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഇവിടെ രാവിലത്തെ നീച്ചപ്പോൾ തന്നെ ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. അപ്പം എന്താണ് ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു, നല്ല സൗണ്ടൊക്കെ ഉണ്ടായിട്ടുള്ള മഴയായിരുന്നു. എന്നാലും ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ചക്കര മൈലാഞ്ചിട്ടിരുന്നു. അതിൻ്റെ രണ്ടാമത്തത് കൈമിട്ടിട്ട് ഞാൻ 2:15 കഴിക്കുന്നത് കിടന്നുറങ്ങിയപ്പോൾ കണ്ടോ, ആകെ മേത്ത് മൂത്തൊക്കെ ആക്കിയിരിക്കണം ഞാൻ. അപ്പം എന്നാലും നമുക്ക് ഇനി കിച്ചണിക്ക് പോയോക്കാം. അമ്മ നീച്ചിട്ടില്ല കേട്ടോ, അമ്മ കിടന്നുറങ്ങാണ്. അപ്പോൾ ഫുള്ള് ലൈറ്റൊക്കെ ക്ലോസ് ഉണ്ട് ഗൈസ്. നമ്മളെ ബാക്കത്തെ തൊടു വണ്ടിയിൽ ഞങ്ങൾ ഫുള്ളും മത്തംവള്ളി. ഞാൻ എല്ലാ വീഡിയോയും പറയലുണ്ട്. ഇപ്പം ഇന്നലെ ഓരോന്നും കൂടി ഒന്ന് ചൊറുക്കാക്കിക്കണേ. ഇവിടെ പന്നി വരുന്നതുകൊണ്ട് തന്നെ വേറെ ആരുമല്ല, മതി മിത്രലിങ്ങളോ ആണ് കേട്ടോ. പന്നി വരുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ഇവിടുന്ന് മുതൽ ഇതെങ്ങനെ അങ്ങോട്ട് അടിക്കൊക്കെ അടിയത്തെ കണ്ടെത്തത്തെ ആൾ കേട്ടോ, മുതലാളി എന്നൊക്കെ പണി പറയാം. അപ്പോൾ അവിടെ വരൊക്കെ ഇങ്ങനെ ചുറ്റിക്കണം, ഇങ്ങനെ റൗണ്ട് ചെയ്ത് ചുറ്റിക്കണം പന്നി കയറിയിട്ട്. ഇപ്പോൾ ഇവരിത് വെച്ചതിന് ശേഷം ഇത് 2-3 പ്രാവശ്യമായിട്ട് പന്നി വന്ന് കളിച്ച് വൃത്തിയേടാക്കി പോയി. ഒരു പ്രാവശ്യമായിട്ട് നമ്മളതിൽ കൂടെ അങ്ങനെ കയറി. ഇവിടെ ഫുള്ളും കോഴി കുത്തിച്ച് പോയിക്കണം, മിക്കവാറും ഇങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടികൾ കിടക്കുന്നത്. ബാക്കിലത്തെ കണ്ടത്തേക്ക് ഇറങ്ങലോ അല്ലെങ്കിൽ ഓരോന്ന് പോയി കണ്ട് എടുക്കലോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എനിക്ക് ബാക്കത്തെ കണ്ടത്തേക്ക് ഇറങ്ങണേ ഇഷ്ടമല്ല. പക്ഷെ എൻ്റെ അമ്മ അങ്ങനെയല്ല, അമ്മയാണ് ബാക്കത്തെ തൊടും ഇങ്ങനെ നോക്കണം കാര്യങ്ങളൊക്കെ. ഇവരിവിടെ വീട് എടുക്കുന്നതിന് മുന്നേ ഈ ഒരു വീട് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെയും ഈ ഒരു വീടും അപ്പുറത്തൊരു വീടും മാത്രം. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഇമ്മേണി ബാക്കത്തെ തൊടുമൊക്കെ അങ്ങനെ നോക്കി നടത്തുന്ന ആൾ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇമ്മക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട് ഈ തൊടുവിൽ. എന്നുവെച്ചാൽ അങ്ങനെയല്ല, ഇമ്മ എന്നാലും ജസ്റ്റൊക്കെ നോക്കി ഇങ്ങനെ നടത്തൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്മ എപ്പോഴും അടിക്കൊക്കെ പോയിങ്ങാണ്ട് കാര്യങ്ങളൊക്കെ നോക്കും. പക്ഷെ ഞാൻ ഇറങ്ങിപ്പോവൽ ചക്ക ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ്. വന്ന ടൈമിലാണെങ്കിൽ മാങ്ങൻ്റെ വലിയൊരു മരം ഉണ്ടായിരുന്നു ഇവിടെ, കോമാങ്ങ മലത്ത. അതിൽ ഒരു കൊല്ലം കൂടുമ്പോഴാണ് മാങ്ങ ഉണ്ടാവുക. അതുകൊണ്ടാണെങ്കിൽ നല്ല പഴുത്ത മാങ്ങ. ആ സീസൺ കഴിയണ വരെ നമ്മൾ ഉപ്പിലിട്ട് മുളകിലിട്ടൊക്കെ, നിങ്ങൾക്ക് എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ ചെക്ക് ചെയ്തൊക്കെ മനസ്സിലാവും. ഫുള്ള് മാങ്ങ സീസൺ ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ കൊട്ടക്കണക്കിന് കൊടുന്ന് വെച്ച് കാണാൻ കഴിക്കില്ല. അപ്പോൾ ആ മരം ഇപ്പോൾ ചെത്തി, ഒരു കൃഷി ചെയ്യണോണ്ട് തന്നെ ചെത്തി. പിന്നെ ഇതോട് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും എനിക്കറിയില്ല, അങ്ങനെയൊക്കെ എന്തൊക്കെയാണ്. പിന്നെ ഇപ്പോൾ ചക്കൻ്റെ ഇതാ നോക്കുകയാണെങ്കിൽ ചക്കമരം വെട്ടി അടിയിലൊന്നുണ്ട്, അതിന് വേണ്ടി ഇടയ്ക്കൊക്കെ പോകലുണ്ട്. ഞാൻ അപ്പുറത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ചക്കൊക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ പോണത്. അപ്പം അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഈ തൊടുവൊക്കെ ഇറങ്ങാൻ പറ്റുമോ എന്നറിയില്ല, പറ്റുകയോ ഉണ്ടാവില്ല. കാരണം ഈ ഫ്രണ്ടിൻ്റെ ഇങ്ങനെയാണ് പോണത്. ആ പച്ച ഉണ്ടല്ലോ അത് വേറെ ഇവർ കെട്ടിയതാണ് കേട്ടോ. ഇനി ഈ ഇതവിടെ ഇങ്ങനെ കൊള്ളി കുത്തി വെച്ചിക്കണ്, അത് ഇങ്ങനെ പോവും. ഇങ്ങനെ പോയി ഇവിടെ വരെ വരും തോന്നുന്നുണ്ട്. ഇത് ഫുള്ള് കവർ ചെയ്യും. കാരണം എന്താ പറയുക, പന്നി ഒന്നാകെ നശിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ആൾ ചെയ്തതാണെന്ന് തോന്നുന്നത്. പിന്നെ എന്തൊക്കെ കൊത്തും മുളിയൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് അവിടേക്കൊന്ന് പോയാൽ അപ്പം എൻ്റെ അമ്മക്ക് രാവിലെയാണ് ഈ കുഴിച്ചിടുന്നതിൻ്റെ ടെൻഡൻസി ഒക്കെ തുടങ്ങുക. കാണിച്ചിട്ട് എന്തെങ്കിലും പണിയിലേക്ക്. എന്താ അമ്മ പണി? മത്തത്തിൻ്റെ വള്ളിയാ ഗൈസിൻ്റെ അമ്മേനെ കൃഷിയൊക്കെ നോക്കൂ നിങ്ങൾ. രാവിലെ ആയാൽ ഇതിൻ്റെ പിന്നാലടക്കലാണ് പണി. എന്താ നല്ല ചൊറുക്കിലുണ്ടായിക്കണല്ലമ്മ. ഇത് വെണ്ടയ്ക്കാണ് അല്ലല്ലോ, വഴുതനങ്ങല്ലേ ഉണ്ടോ? നല്ല ചൊറുക്കിലുണ്ടായിക്കണോ മാഷാ. ഇത് ഒരു പ്രാവശ്യം വന്നുങ്ങാണ്ട് പന്നി വന്നുങ്ങാണ്ട് കളച്ചിട്ട് പോയതാണ് കേട്ടോ. പൂവിടൽ തുടങ്ങിയാണ് ഗൈസ്. കായോ അവിടെ? അതാ കായ കേൾക്കും കേട്ടോ. ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ തന്നെ ഉള്ളിലുണ്ട്. അതുള്ള ഉള്ളിലൊക്കെ ഉണ്ട്. കായൊക്കെ അയക്കണേ. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ അതൊക്കെ അമ്മേൻ്റെ കാര്യങ്ങളും സാധനങ്ങളൊക്കെയാണ്. ഈ ചേമ്പ് സത്യം പറയങ്ങൾ വെറുതെ കുത്തി പിടിപ്പിച്ചമ്മ. ഈ വഴുതനങ്ങ ഉണ്ടാക്കിയാണ് അങ്ങാടിയിലെങ്കിലും കൊണ്ടുപോയി വെക്കുകയാണ്. അതിൽ നമുക്കേ കിച്ചണിക്ക് പോയോക്കാം. എനിക്ക് എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് കഴിക്കണം, അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉള്ള ആളാണ് ഞാൻ. ടെൻഡൻസി എനിക്കറിയാൻ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് കിച്ചണിക്ക് പോയി ചായയും കൂട്ടാനൊക്കെ വെക്കാം. നമ്മ ഓട്ടാട ഉണ്ടാക്കാമെന്നാട്ടാ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇമ്മ ഓട്ടാട ഉണ്ടാക്കട്ടെ. ഞാനേക്കുള്ള കറി ഉണ്ടാക്കണം. പച്ചക്കടല വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം, ഞാൻ അതാണ് കറി. ഇപ്പോൾ ബാബു ഫുഡ് കഴിക്കാറില്ല, രാവിലത്തെ ഫുഡ് കഴിക്കാറില്ല. ഞാനും ഉമ്മയും മാത്രമല്ല, ഞാനാണെങ്കിൽ കുറച്ച് കഴിക്കാറുള്ളൂ. ചെറിയൊരു ഡയറ്റ് എടുക്കാൻ വിചാരിച്ച്. തടി ഇങ്ങനെ കൂടി വരികയാണ് ഗൈസ്. എന്ത് ചെയ്യും? ദിവസം ചെല്ലുന്നതോളത്തോളം ഞാൻ ആ റീല് പറഞ്ഞ പോലെ
ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചാൽ പോലും 5 കിലോ തടി കൂടുകയാണ് ഇപ്പം ഞാൻ തടി കൂടുമെന്ന് എനിക്ക് ഒന്നായിട്ട് അറിയട്ടെ. കാരണം എൻ്റെ അമ്മ അങ്ങനെ തടിയുള്ളൊരു പ്രകൃതമാണ്. നല്ല തടിയല്ല, എൻ്റെ അമ്മാൻ്റെ ഒരു ശരീര പ്രകൃതിയാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും തടിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ജിമ്മിൽ പോകണമെന്നൊക്കെ ഉണ്ട്. നടക്കാന്നല്ല ബാബു എന്താണ് പറയണത്, എന്നെക്കൊണ്ട് അതൊന്നും നടക്കൂല. ജിമ്മിൽ പോകണമെന്നൊക്കെ ഉണ്ട്, നടക്കുമെന്നറിയില്ല. ഇൻഷാ ഞാൻ ആദ്യം തന്നെ അടുക്കളയിൽ കയറുമ്പോൾ ചെയ്യാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടൻ ചായ വെക്കലാണ്. കാരണം ഇവിടെ ഇമ്മമാക്കും എല്ലാവർക്കും കട്ടൻ ചായയാണ് ഇഷ്ടം. ഇടയ്ക്കേ പാൽ ചായ ഉണ്ടാക്കലുള്ളൂ. ഇമ്മമാക്ക് പാൽ ചായ പറ്റൂല കേട്ടോ. അതുകൊണ്ട് ഈവനിങ് ടൈമിലൊക്കെ ആവുന്ന ടൈമിൽ പാൽ ചായ അഥവാ വെക്കുകയാണെങ്കിൽ തന്നെ വെക്കുള്ളൂ. ഇവിടെ മെയിൻ കട്ടൻ ചായയാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കട്ടൻ ചായ വെക്കും. ഞാൻ ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് കട്ടൻ ചായ കുടിക്കാറില്ല കേട്ടോ. വേറൊരു പ്രശ്നമുണ്ട്, പുറത്ത് പോയ ചായ കുടിക്കും. മാത്രം ഷുഗർ കട്ടാന്ന് വിചാരിച്ച് രാവിലെ നീച്ച് ഷുഗർ കട്ടാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ചായ ഒഴിവാക്കും, രാവിലത്തെ ചായ. നമ്മൾ അങ്ങാടിയിലൊക്കെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഭയങ്കര വയറുവേദനയൊക്കെ ഉള്ള തോന്നും നമുക്ക്. അപ്പോൾ ആ ചായ കുടിക്കാൻ ഭയങ്കര ഒരു തോരക്കാരം. അപ്പം അങ്ങനെ ചായ കുടിക്കും. ഷുഗർ കട്ടാന്നും പറഞ്ഞ് ചായ കുടിക്കും ചെയ്യും. അടുക്കളയിൽ മെയിനായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. രാവിലത്തെ ചായക്കടി ഉണ്ടാക്കലാണ് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക്. അതാണ് ഞാൻ പറയല്, എപ്പോഴും എല്ലാ വീട്ടിലും പറയലുണ്ട്. അപ്പം ഇന്ന് എനിക്ക് ആ ഒരു ടാസ്ക് ഇല്ല. കാരണം ഇന്ന് ഓട്ടാട ചുടാന്ന് പറഞ്ഞിട്ടുണ്ട്. കറി ഞാൻ അടുപ്പത്ത് വെച്ചു, ചായയും വെച്ചു. ഇനി എനിക്കുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലത്തെ അടേ തൊട അതൊക്കെയാണ്. അപ്പോൾ ഇനി ഞാൻ പോകാൻ പോണേ എൻ്റെ റൂമിൽ കേട്ടോ. ബാബു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ റൂമിൻ്റെ അവസ്ഥയും കാണിച്ചു തരാം. നീച്ചിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ. നെട്ടി തണ്ടടാ, ഇതൊക്കെയാണ് നമ്മളെ റൂമിൻ്റെ അവസ്ഥ. ഇനി ഇത് ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ട് വരാം. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ആവൂല. ഇനി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് തരാം. എനിക്ക് തീരെ ഉറക്കം കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ ചക്കര മൈലാഞ്ചി ഇട്ടുകൊണ്ട് എൻ്റെ ബെഡ്ഷീറ്റിലാവുമെന്ന് പേടിച്ചെങ്ങാണ്ട് ഞാനിങ്ങനെ കൈമേൽ മൈലാഞ്ചി ഇടുമ്പോൾ എന്താ ചെയ്യാന്നറിയാം, എൻ്റെ കൈയും കാലുകളും ഞാൻ ഒന്നിച്ചാൽ കൂടാ. എപ്പോഴെങ്കിലൊക്കെ ഇടാം. അപ്പോൾ ആ ഇടയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ബെഡിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കും കൈയും കാലും. കൈ കാലും പുറത്തേക്ക് ഇട്ടെടുക്കും. അതാകുമ്പോൾ ബെഡുമ്മലാവില്ലല്ലോ വിചാരിച്ചങ്ങാണ്ട്. പക്ഷെ രാവിലെ ആകുമ്പോഴത്തേനും എവിടെയെങ്കിലൊക്കെ ആവും കേട്ടോ. പിന്നെ ബാഗാണ് ഗൈസ്. ഇന്നലെ പോയി വന്നിട്ട് ഞാൻ അതേമാതിരി തൂക്കിടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ സ്വഭാവം ഉണ്ട്? എവിടെയെങ്കിലും പോയി വരുന്നിട്ട് ബാഗ് ഇതേമാതിരി ഇങ്ങനെ തൂക്കിടണേ. ഇതിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ. മയക്ക പിന്നെ എപ്പോഴും പുറത്തൊക്കെ ഇറങ്ങി കൊണ്ടുപോകാറുള്ളതാണ്. ഇന്നലെ ഞാൻ കുറച്ച് സാധനം വാങ്ങിച്ചിട്ടാ. എന്താ വെച്ചാല് എൻ്റെ ഫൗണ്ടേഷൻ തീർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ BB ക്രീമൊക്കെ വെച്ചിട്ടായിരുന്നു അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൗണ്ടേഷൻ തീർന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഫേഷ്യൽ ഹെയർ ട്രേസർ വാങ്ങി, ഹെയർ ബ്ലേഡ് വാങ്ങിയതാണല്ലോ. ഞാനിതാണ് യൂസ് ആക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഇതേമാതിരി ഫൗണ്ടേഷൻ, ഇതാ എൻ്റെ ഫൗണ്ടേഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറിയ ഇത് തന്നെ എനിക്ക് എത്രയോ തോനെ ടൈം ഉണ്ടാവും. ഇത് ഡേറ്റ് ഇതുണ്ട്. പിന്നെ എൻ്റെ മുടിമുക്കുത്തി കാര്യങ്ങളൊക്കെ ഡോക്ടറെ കാണിച്ച് ചെയ്തിട്ടോ. ഇതൊക്കെയാണ് എൻ്റെ ബാഗിലുള്ളത്. ഈ ബാഗ് എനിക്ക് കൊള്ളാൻ പറ്റിയുണ്ട്. ഒരു പേജ് നയിച്ചു തന്നാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ബാഗ്. നമുക്ക് ഇപ്പോൾ അങ്ങാടിക്കൊക്കെ പോവുകയാണെങ്കിലൊക്കെ കൊണ്ടുനടക്കാൻ സുഖമാണ്. അങ്ങനെ തൊടുത്ത കളച്ചിലൊക്കെ കഴിഞ്ഞ ആളെത്തിയിട്ടുണ്ട് കേട്ടോ. ഓട്ടാടയാണ് ഗൈസ്, ഓട്ടാട നല്ല വാട്ടമീൻ. നല്ല സോഫ്റ്റാണ് ഗൈസ്. എന്താണ് കുട്ടിയെ വിശേഷങ്ങളൊക്കെ? മാവ് മൂക്കിലോട്ടിലാക്കിക്കണല്ലോ മകള്. ഏമാ മാവ് മൂക്കിലോട്ടിലാക്കിക്കണല്ലോ. മൂക്കിന്റെ താഴത്ത് മാവ്. ആ
വീഡിയോയിലിടല്ലേ. എന്നാ ഉച്ചക്ക് എന്താ സ്പെഷ്യല്? വെള്ളിയാഴ്ച അല്ലേ? നമ്മളെ വെള്ളിയാഴ്ച ആയ ദിവസം നമ്മുടെ സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കൻ കറി കരളമാ. നമ്മൾ ബിരിയാണി ഒക്കെ കിട്ടുമോ? ഒരു ആർഭാടൊന്നും ഇല്ലാത്ത ബിരിയാണി. ആരുടെ കാണുന്നേ? എൻ്റെ അമ്മ എല്ലാവരും യൂട്യൂബും കാണും കേട്ടാ. ഹനാൻഷൻ്റെത് പിന്നെ ആരുടെയൊക്കെ കാണുമ്മ? അമ്മ എനിക്ക് പോലും അറിയില്ല. എന്നോട് എന്നിട്ട് ഓരോ കഥ പറഞ്ഞു തരും. ഓരോ വീട്ടിൽ അങ്ങനെ ഉണ്ടില്ലേ, ഓരോ വീട്ടിൽ ഇങ്ങനെ ഉണ്ടില്ലേന്ന്. ഞാൻ എന്താന്ന് ചിരിക്കാത്തേ? എൻ്റെ അമ്മ എൻ്റെ അമ്മ പറഞ്ഞ മാതിരി എനിക്ക് എന്തെങ്കിലും പറയണ കേൾക്കുക അതറ കുറവ്. എൻ്റെ ഭയങ്കര കുറവുണ്ട് അമ്മയമ്മക്ക്. എന്താ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്ന് മഞ്ചേരി പോയിട്ടുണ്ടായിരുന്നു. അച്ഛനെ ഡോക്ടറെ കാണിക്കാനായിട്ട്. ഉമ്മ ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. നല്ല മഴ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ പുറമെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടതിലേക്ക് ഇത് സപ്പോർട്ട് ചെയ്യാം.